ഹായ് ഓൾ, വെൽക്കം ടു ഏഫർ എഡ്യൂക്കേഷൻ. സോ നമ്മുടെ യു ജി സി നെറ്റ് ജൂൺ 2026 ആൻസർ കീ വന്ന ഈ ഒരു ടൈമില് നമുക്ക് എല്ലാവർക്കും ആൻസർ കീ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാവും. അപ്പൊ അതിൽ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന മസ്റ്റായിട്ടും ചലഞ്ചബിൾ ആണെന്ന് ഫീൽ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇവിടെ പറയണത്. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് നോക്കുക. ഇതിന്റെ ബേസിക് ആയിട്ട് ഏത് റെഫറൻസ് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യങ്ങൾ, ആ ഒരു റെഫറൻസ് നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യം, അതായത് ഈ ഡോക്യുമെന്റ് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. ഓക്കെ, സോ നിങ്ങൾ എല്ലാവരും ആൻസർ കീ ചെക്ക് ചെയ്തോ? അതുപോലെ ആൻസർ കീ ചെക്ക് ചെയ്ത സമയത്ത് എത്രയാണ് നിങ്ങളുടെ സ്കോർ വന്നിട്ടുള്ളത് എന്നുള്ളത് ഈ ഒരു വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യാനും വേണ്ടിയിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. സോ നമുക്ക് നോക്കാം ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് ചലഞ്ചബിൾ ആയിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ ഐ ഡി 5512511937, അതായത് 9037 ലാസ്റ്റിൽ വരുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ ഐ ഡിയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മിസ്റ്റേക്ക് ഉള്ളതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ക്വസ്റ്റ്യൻ എന്താണെന്നുള്ളത് നോക്കാം. മാച്ച് ദ ലിസ്റ്റ് 1 വിത്ത് ലിസ്റ്റ് 2. എന്താണ് മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് 1ൽ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത്? വെയിറ്റ് ഫോർ ഗ്രാഫ് ഉണ്ട്, പ്രസീഡൻസ് ഗ്രാഫ് ഉണ്ട്, റിഗ്രസ് ടു ഫേസ് പ്രോട്ടോകോൾ ഉണ്ട്, ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ട്, അതുപോലെ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഉണ്ട്. ഇതാണ് ലെഫ്റ്റ് സൈഡിൽ തന്നിട്ടുള്ളത്. റൈറ്റ് സൈഡിൽ ഹോൾഡ് ഓൾ ലോക്ക് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ്, ഹോൾഡ് ബ്രൈറ്റ് ലോക്ക് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ്, യൂസ് ടു ചെക്ക് ഡെഡ് ലോക്ക്, യൂസ് ടു ചെക്ക് സീരിയലൈസബിലിറ്റി. ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, സോ ആസ് പെർ NTA പ്രൊവിഷണൽ ആൻസർ കീയില് നമുക്ക് എന്താണ് തന്നത്? ഓപ്ഷൻ 2 ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് തന്നിട്ടുള്ളത്. ആക്ച്വലി ഈ ഒരു ഓപ്ഷൻ എന്താണ്? റോങ് ആണ്. ഇതല്ല ഇതിന്റെ കറക്റ്റ് ആൻസർ വരേണ്ടത്. സോ എന്തായിരിക്കണം നമ്മുടെ കറക്റ്റ് ആൻസർ എന്നുള്ളതാണ് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇവിടെ നോക്കാം. വൈറ്റ് ഫോർ ഗ്രാഫിന് മാച്ചിങ് ആയിട്ട് നമുക്ക് ഏതാണ് കൊടുക്കാൻ പറ്റുക? യൂസ് ടു ചെക്ക് ഡെഡ് ലോക്ക് എന്നുള്ളതാണ്. അതുപോലെ പ്രസീഡൻസ് ഗ്രാഫിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് മാച്ച് ചെയ്യാൻ പറ്റുക യൂസ് ടു ചെക്ക് സീരിയലൈസബിലിറ്റി. അപ്പൊ ഇതിൽ ഈ ഒരു എയും ബിയും മാച്ച് ആയിട്ട് വരുന്ന, എക്ക് 3യും ബിക്ക് 4ഉം മാച്ച് ആയിട്ട് വരുന്ന രണ്ട് ഓപ്ഷൻസ് ഇതിലുണ്ട്. ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം ഓപ്ഷൻ 2ഉം. ഓക്കെ, സോ NTA തന്നത് ഓപ്ഷൻ 2 ആണ് കറക്റ്റ് എന്നുള്ളതാണ്. സോ ഓപ്ഷൻ 2 പ്രകാരം സിക്ക് ഏതാണ് മാച്ചിങ് വരുന്നത്? റിഗ്രസ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞാൽ ഏതായിട്ടാണ് മാച്ച് ചെയ്തിട്ടുള്ളത്? ഹോൾഡ് ബ്രൈറ്റ് ലോക്ക് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ് എന്നുള്ളതാണ് NTA മാച്ച് ചെയ്ത് തന്നിട്ടുള്ളത്. അതുപോലെ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളിൽ ഏതാണ് മാച്ചിങ് ആയിട്ട് തന്നിട്ടുള്ളത്? ഹോൾഡ് ഓൾ ലോക്ക് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ് എന്നുള്ളതാണ്. ആക്ച്വലി ഇതെന്തല്ല, കറക്റ്റ് അല്ല, ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട്. സോ അത് എങ്ങനെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും? എന്ത് ഡോക്യുമെന്റ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നെക്സ്റ്റ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. സോ നോക്കാം. നമുക്ക് ഒതന്റിക് റെഫറൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് ഒതന്റിക് ആയിട്ട് ഒരു റെഫറൻസ് നമ്മൾ കൊടുക്കണം, ഇല്ലേ? അപ്പൊ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു റെഫറൻസ് ആണ് അബ്രഹാം ഷിൽസിന്റെ ഡാറ്റാ ബേസ് സിസ്റ്റം കോൺസെപ്റ്റ് എന്നുള്ള ടെക്സ്റ്റ് ബുക്ക്. ആ ഒരു ടെക്സ്റ്റ്, അതായത് 7th എഡിഷനിലുള്ള ബുക്കാണ്. ആ ഒരു ബുക്കില് ചാപ്റ്റർ 18 പറയുന്നത് കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോൾ ആണ്. കൺകറൻസി കൺട്രോൾ പ്രോട്ടോകോളിന്റെ അണ്ടറിൽ 18.1.3 എന്നുള്ള സെക്ഷനിലായിട്ട് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളിനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. ഈ ഒരു ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളിൽ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളും റിഗ്രസ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോളും എന്താന്നുള്ളത് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതിൽ സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ പറയുന്ന സമയത്ത് എന്താണ്? ദിസ് പ്രോട്ടോകോൾ റിക്വയർ നോട്ട് ഓൺലി ദാറ്റ് ലോക്കിംഗ് ബി two phase but also that all exclusive more lock taken by a transaction be held until that transaction commit എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ this requirement ensure that any data written by an uncommitted transaction are locked in exclusive mode until the transaction commit എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അതായത് അതിന് മാച്ച് ആയിട്ട് ഏതാ വരുന്നത്? ഹോൾഡ് ബ്രൈറ്റ് ലോക്ക് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ് എന്നുള്ളതാണ്. ബ്രൈറ്റ് ലോക്കിനെയാണ് ശരിക്കും അവിടെ കമ്മിറ്റ് എന്താണ് ഹോൾഡ് ചെയ്യുന്നത്, അല്ലാണ്ട് ഓൾ ലോക്കിനെ അല്ല. അപ്പൊ ഇത് നമുക്ക് മാച്ച് ചെയ്യേണ്ടത് ഡീനെ നമുക്ക്, അതായത് സ്ട്രിക്റ്റ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ഏതുമായിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്? 2 ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഡീനെ 2 ആയിട്ടാണ് മാച്ച് ചെയ്യേണ്ടത്. ഇനി അതല്ലെങ്കിൽ റിഗ്രസ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ നമ്മൾ നോക്കുന്ന സമയത്ത് അത് ഡീറ്റെയിൽ ആയിട്ട് അതുപോലെ തന്നെ പറയുന്നുണ്ട്. എന്ത്? റിഗ്രസ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ വിച്ച് റിക്വയർ that all lock be held until the transaction commit. അപ്പോൾ all lock be held until the transaction commit എന്നുള്ളത് ഇതുപോലെ ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഹോൾഡ്
ഓൾ ലോഗ് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ്. ഹോൾഡ് ഓൾ ലോഗ് അണ്ടിൽ ഇറ്റ് കമ്മിറ്റ് എന്ന് പറയുമ്പോൾ ഇത് ഏതുമായിട്ടാണ് മാച്ചിങ് ആയിട്ട് വരുന്നത്? ശരിക്ക് റിഗ്രസ് ടു ഫേസ് ലോക്കിംഗ് പ്രോട്ടോകോൾ ആയിട്ടാണ് മാച്ച് ചെയ്ത് വരുന്നത്. അപ്പൊ നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ 1 ആണ്. പക്ഷെ NTA തന്നിട്ടുള്ളത് ഓപ്ഷൻ 2 ആണ്. സോ നമുക്ക് മസ്റ്റ് ആയിട്ടും ഇത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ ഇതാണ് ക്വസ്റ്റ്യൻ കോഡ്. നോട്ട് ചെയ്യുക. അത് നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഈ ഒരു മെറ്റീരിയൽ വെച്ചിട്ട് അല്ലെങ്കിൽ ഈ ഒരു എന്താണ് റെഫറൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതാണ്. ക്വസ്റ്റ്യൻ കോഡ് ലാസ്റ്റില് 9067. ഫസ്റ്റ് പറഞ്ഞ ഏതായിരുന്നു? 9037 ആണ്. നെക്സ്റ്റ് വൺ 9067. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ റീഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ നോക്കുന്ന സമയത്ത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് ഇൻകറക്റ്റ്? തന്നിരിക്കുന്ന 4 സ്റ്റേറ്റ്മെന്റിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. സോ നമുക്ക് പെട്ടെന്ന് തന്നെ റീഡ് ചെയ്യുമ്പോൾ തന്നെ ഇതിന്റെ എന്താണ് ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് ഓപ്ഷൻ തന്നിട്ടുള്ളത് given a context free grammar G and a string X and an algorithm can be designed to decide whether X belongs to L of G in polynomial time. അതായത് മെമ്പർഷിപ്പ് പ്രോബ്ലം ആണ് ഇതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അത് എന്താണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ദെൻ സെക്കൻഡ് ഓപ്ഷൻ എന്താ? given a context free language L, its complement is also context free. ആണോ? കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് നമ്മൾ എന്താണ് മൾട്ടിപ്പിൾ ടൈം മാരത്തോൺസിലും ബാക്കിയുള്ള ഡിസ്കഷനിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ. കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എല്ലിന്റെ പ്രോപ്പർട്ടീസ്, കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ പ്രോപ്പർട്ടീസ് നമ്മൾ പറയുന്ന സമയത്ത് ഇറ്റ്സ് കോംപ്ലിമെന്റ് ഇസ് ഓൾസോ കോണ്ടെക്സ്റ്റ് ഫ്രീ ആണോ? അല്ല, കോംപ്ലിമെന്റ് കോണ്ടെക്സ്റ്റ് ഫ്രീ ആയിട്ടല്ല വരുന്നുണ്ടാവുക. ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിൽ നമുക്ക് എന്താണ് ഈ ക്ലോഷർ പ്രോപ്പർട്ടി പറയുന്ന സമയത്ത് ക്ലോസ്ഡ് അണ്ടർ ഏതല്ല നമ്മൾ പ്രത്യേകം പറഞ്ഞത്? കോംപ്ലിമെന്റും അല്ല ഇന്റർസെക്ഷനും അല്ല അല്ലെ. അതായത് ഈ ഒരു കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജിന്റെ കേസിൽ നമുക്ക് നോ വരുന്ന രണ്ടെണ്ണാണുള്ളത്. ഏതൊക്കെയാ? ഇന്റർസെക്ഷൻ ക്ലോസ്ഡ് അണ്ടർ അല്ല, കോംപ്ലിമെന്റും ക്ലോസ്ഡ് അണ്ടർ അല്ല. പക്ഷെ ഇവിടെ തന്നത് എന്താണ്? ഗിവൻ കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എൽ ഈസ് കോംപ്ലിമെന്റ് ഈസ് ഓൾസോ കോണ്ടെക്സ്റ്റ് ഫ്രീ എന്നുള്ളതാണ്. ഇത് റോങ് ആണ്. ഓക്കെ, ആസ് പെർ NTA പ്രൊവിഷണൽ ആൻസർ കീ എന്താണ്? ഓപ്ഷൻ 2 ആണ് കൊടുത്തിട്ടുള്ളത്. അത് ഓക്കെ ആണ്. പക്ഷെ നമ്മൾ ഓപ്ഷൻ 4 നോക്കുക. ഓപ്ഷൻ 4 എന്താ? ക്ലാസ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് എന്ന് വെച്ചാൽ ഏതാ? DCFL ഈസ് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ ആണോ? അല്ല. നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട്. ക്ലാസ് ഓഫ് ഡിറ്റർമിനിസ്റ്റിക് കോണ്ടെക്സ്റ്റ് ഫ്രീ ലാംഗ്വേജ് അല്ലെ. അതായത് DCFL നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ. ഓക്കെ, നോട്ട് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ ആണ് വരേണ്ടത്. ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ അല്ല. ക്ലോസ്ഡ് അണ്ടർ കോംപ്ലിമെന്റ് നമുക്ക് പറയാം, പക്ഷെ ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ അല്ല. പക്ഷെ ഇവിടെ തന്നത് എന്താണ്? ഈസ് ക്ലോസ്ഡ് അണ്ടർ ഇന്റർസെക്ഷൻ എന്നുള്ളതാണ്. സോ ഇതെന്താണ്? തെറ്റാണ്. അപ്പൊ നമുക്ക് ഏതൊക്കെ ആൻസർ കറക്റ്റ് ആയിട്ട് വരണം? ഇൻകറക്റ്റ് ചോദിക്കുന്ന സമയത്ത് ഓപ്ഷൻ 2 ഇൻകറക്റ്റ് ആണ്, ഓപ്ഷൻ 4 ഇൻകറക്റ്റ് ആണ്. ഈ രണ്ട് ആൻസറും കറക്റ്റ് ആൻസർ ആയിട്ട് വരണം എന്നുള്ളതാണ് ഇവിടെ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന കേസ്. സോ ഈ ഒരു ഓപ്ഷൻ 4 ഇൻകറക്റ്റ് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് ഇത് ചലഞ്ച് ചെയ്യാവുന്നതാണ്. ചലഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ +2 അവർക്ക് 2 മാർക്ക് ആഡ് ആവുന്നതായിരിക്കും. ഓക്കെ, അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 2 മാർക്ക് ആഡ് ആവുന്നതായിരിക്കും. അപ്പൊ 9067 എന്നുള്ള ഈ ഒരു ക്വസ്റ്റ്യനിലും എന്താണ് മിസ്റ്റേക്ക് ഉണ്ട്? നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ടാവും? ചലഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ക്വസ്റ്റ്യൻ കോഡ് 8997 വരുന്ന ഈ ഒരു എന്താണ് ക്വസ്റ്റ്യൻ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. എന്താണ് കാണാൻ പറ്റുന്നത്? ക്വസ്റ്റ്യൻ എന്താ തന്നിട്ടുള്ളത്? ലെറ്റ് H1, സ്റ്റാർ ആൻഡ് H2, സ്റ്റാർ ബി സബ് ഗ്രൂപ്പ് ഓഫ് ഗ്രൂപ്പ് G സ്റ്റാർ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഫോൾസ് എന്നുള്ളതാണ്. ഇതിൽ ഏതാണ് ഫോൾസ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഇത് ഓരോന്നും നോക്കുന്ന സമയത്ത് ഫസ്റ്റ് ഓപ്ഷൻ തന്നെ നോക്കുക. ഇവിടെ നമുക്ക് NTA തന്ന ആൻസറിൽ H1 ഇന്റർസെക്ഷൻ H2, സ്റ്റാർ ഈസ് എ സബ് ഗ്രൂപ്പ് എന്നുള്ളതാണ് തന്നത്. ആക്ച്വലി ഇത് കറക്റ്റാ. പക്ഷെ ഫസ്റ്റ് ഓപ്ഷൻ നോക്കുക. ഫസ്റ്റ് ഓപ്ഷനിൽ എന്താ തന്നെ? H1 H2 ഈക്വൽ ടു H1 സ്റ്റാർ H2, H1 ബിലോങ്സ് ടു H1 ആൻഡ് H2 ബിലോങ്സ് ടു H1 ഈ സബ് ഗ്രൂപ്പ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. സോ ഇത് നമുക്ക് കറക്റ്റ് ആണോ എന്നുള്ളത് പ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ആക്ച്വലി എല്ലാ കേസിലും ഇത് കറക്റ്റ് ആയിരിക്കില്ല. H1, H2 എന്താണ് സെറ്റ് H1 ബിലോങ്സ് ടു H1, H2 ബിലോങ്സ് ടു H1 ആണെങ്കിൽ ഇത് എന്താവില്ല? എല്ലാ കേസിലും ഇത് കറക്റ്റ് ആവില്ല എന്നുള്ളതാണ്. അത് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു കേസാണ് ലാഗ്രൻസ് തിയറം. ലാഗ്രൻസ് തിയറത്തിൽ എന്താ പറയുന്നത്? നമ്പർ ഓഫ് എലമെന്റ് ഇൻ എ സബ് ഗ്രൂപ്പ് മസ്റ്റ് ഡിവൈഡ് ദ നമ്പർ ഓഫ് എലമെന്റ് ഇൻ ദ
ഹോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ് ലാഗ്രൻസ് തിയറം പറഞ്ഞത്. നമുക്ക് ഈ ഒരു തിയറം നമുക്ക് കിട്ടാൻ വേണ്ടി അബ്സ്ട്രാക്ട് അൽജിബ്ര തിയറി ആൻഡ് ആപ്ലിക്കേഷൻ എന്നുള്ള ഈ ഒരു എന്താണ് ബുക്ക് നമ്മൾ റെഫർ ചെയ്ത് കഴിഞ്ഞാൽ ലാഗ്രൻസ് തിയറം അതിൽ ഡീറ്റെയിൽ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവിടെ ഇത് കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. എന്ത് ലെറ്റ് ജി ബി എ ഫൈനൈറ്റ് ഗ്രൂപ്പ് ഓഫ് ലെറ്റ് ജി ബി എച്ച് ബി ദ സബ് ഗ്രൂപ്പ് ഓഫ് ജി ദെൻ ജി എച്ച് എന്താണ് ദ നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് ലെഫ്റ്റ് കോസെറ്റ് ഓഫ് എച്ച് ഇൻ ഗ്രൂപ്പ് ഇൻ എ പെർട്ടിക്കുലർ ദ നമ്പർ ഓഫ് എലമെന്റ് ഇൻ എച്ച് മസ്റ്റ് ഡിവൈഡ് നമ്പർ ഓഫ് എലമെന്റ് ചെയ്യുന്നുള്ളത്. ഓക്കെ, സോ ഇത് നമുക്ക് ഒന്നുകൂടി നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് എന്തെടുക്കാം, S3 എന്നുള്ള ഒരു ഗ്രൂപ്പ് ഞാൻ എടുത്തു എന്ന് വിചാരിക്കാം. S3 എന്ന് പറഞ്ഞാൽ എന്താണ്, ഓൾ പോസിബിൾ വേസ് ഓഫ് അറേഞ്ചിങ് 3 ഒബ്ജക്റ്റ് ആണ് S3. അപ്പൊ S3യിൽ 3 ഒബ്ജക്റ്റിനെ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന എല്ലാ പോസിബിൾ വേസ് എന്ന് പറയുമ്പോൾ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് അല്ലെ. S3യിൽ എത്ര വേസ് നമുക്ക് ഇതിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും, എത്ര എലമെന്റ്സ് S3യിൽ ഉണ്ടായിരിക്കും, 3 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ 1 into 2 into 3 എന്ന് പറഞ്ഞാല് 6 സ്പേസിൽ നമുക്ക് ഇതിനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. S3യിൽ നമുക്ക് 6 എലമെന്റ്സ് വരുന്നുണ്ടാവും. X3ന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് വരുന്ന രണ്ട് ഗ്രൂപ്പാണ് H1 H2 എന്ന് വിചാരിക്കുക. ഓക്കെ, H1ൽ നമ്മൾ 2 എലമെന്റ് ഉണ്ട്, H2ലും 2 എലമെന്റ് ഉണ്ട്. ഓക്കെ, ഈ 2 എലമെന്റ് നമുക്ക് ലാഗ്രൻസ് തിയറം പ്രകാരം എന്താണ്, അലൗഡ് ആണ്. നമ്പർ ഓഫ് എലമെന്റിന്റെ സബ് ഗ്രൂപ്പ് മസ്റ്റ് ഡിവൈഡ് നമ്പർ ഓഫ് എലമെന്റ് ഇൻ ദ ഹോൾ ഫൈനൈറ്റ് ഗ്രൂപ്പ് എന്നാണ്. അപ്പൊ നമുക്ക് 6 എലമെന്റ് ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ 6 ഡിവൈഡഡ് ബൈ 1, 6 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് ഇതിൽ പോസിബിൾ ആണ്. 6 ഡിവൈഡഡ് ബൈ 2 എന്താണ്, 6 ഡിവൈഡഡ് ബൈ 2 എന്ന് പറഞ്ഞ സമയത്ത് 3 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് ഇതിൽ പോസിബിൾ ആണ്, സബ് ഗ്രൂപ്പ് പോസിബിൾ ആണ്. 6 ഡിവൈഡഡ് ബൈ 3 എന്ന് പറയുമ്പോൾ 2 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് എന്താണ്, പോസിബിൾ ആണ്. ദെൻ 6 ഡിവൈഡഡ് ബൈ 6 1 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് ഇതിൽ എന്താണ്, പോസിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൽ 2 എലമെന്റ് ഉള്ള 2 സബ് ഗ്രൂപ്പ് ആണ് H1 H2 എന്ന് വിചാരിക്കുക. ദെൻ H1 H2 കമ്പൈൻ ചെയ്തിട്ടുള്ള H1 H2 എന്ന് പറയുന്നത് ഇതൊരു സബ് ഗ്രൂപ്പ് ആണോ എന്നുള്ളതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അല്ലെ. അങ്ങനെ സബ് ഗ്രൂപ്പ് ആണെന്നുള്ളതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ക്വസ്റ്റ്യൻ പ്രകാരം H1 H2 H1 ബിലോങ്സ് ടു H1 ഉം H2 ബിലോങ്സ് H1 ഉം ആണെങ്കിൽ ഇതിൽ H1 H2 എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പ് ആണെന്നാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ നോക്കുക H1 H2 എന്ന് പറയുമ്പോൾ ഇതിൽ ടോട്ടൽ എത്ര എലമെന്റ്സ് ഉണ്ടാവും, ഇതിൽ ഫസ്റ്റത്തേതിൽ 2 എലമെന്റ്, സെക്കൻഡത്തേതിൽ 2 എലമെന്റ് ആണ്. 2 into 2 4 എലമെന്റ്സ് ആയിരിക്കും H1 H2ൽ ഉണ്ടായിരിക്കുക. പക്ഷെ നമ്മൾ ഇവിടെ നോക്കുന്ന സമയത്ത് 4 എലമെന്റ്സ് ഉള്ള സബ് ഗ്രൂപ്പ് ഈ ഒരു 6 എലമെന്റ് വരുന്ന ഗ്രൂപ്പിന്റെ സബ് ഗ്രൂപ്പ് ആയിട്ട് വരാൻ പറ്റുമോ, ഇല്ല. 4 എലമെന്റ്സ് വരുന്ന ഗ്രൂപ്പ് ഇതിലില്ല. ഒന്നില്ലെങ്കിൽ 6 അല്ലെങ്കിൽ 3 2 1 ഇത്രയും എലമെന്റ്സ് വരുന്ന ഗ്രൂപ്പാണ് നമുക്ക് 6 എലമെന്റ്സ് ഉള്ള ഗ്രൂപ്പ് വെച്ചിട്ട് ഫോം ചെയ്യാൻ പറ്റുക. സോ 4 എലമെന്റ് ഉള്ള സബ് ഗ്രൂപ്പ് നമുക്ക് ഇവിടെ ഫോം ചെയ്യാൻ പറ്റത്തില്ല എന്ന് വെച്ചാൽ എന്താണ്, ഓപ്ഷൻ 1 എന്ന് പറയുന്നത് ഫോൾസ് ആണ്. സോ നമ്മളെ ആൻസർ ആയിട്ട് ശരിക്കും വരേണ്ടത് ഓപ്ഷൻ ഫോൾസ് ഏതാന്നല്ലേ ചോദിച്ചത്. അപ്പൊ ഓപ്ഷൻ 1 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യനും നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, റെഫറൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ക്വസ്റ്റ്യന് ചലഞ്ച് ചെയ്യാൻ പറ്റും. വേറെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഡൗട്ട്ഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ എന്നാലും അതൊന്നും നമുക്ക് ഒരു എന്താണ് പ്രോപ്പർ ആയിട്ട് അത് ഓക്കെ, അത് നമുക്ക് എന്തായാലും ചലഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഫീൽ ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 100 ക്വസ്റ്റ്യൻസ് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി നമുക്ക് എന്താണ് മസ്റ്റായിട്ടും ചലഞ്ച് ചെയ്യാൻ പറ്റുന്ന ഫീൽ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇത്. അതിന്റെ പ്രൂഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് ഇനി കിട്ടുക, ഇത് നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഡോക്യുമെന്റ് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ ചലഞ്ച് ചെയ്യാലോ. അപ്പൊ ഇത് എവിടെ നിന്നാണ് കിട്ടുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇതുവരെ നമ്മുടെ എന്താണ് ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പ്, കമ്പ്യൂട്ടർ സയൻസിന്റെ ഫ്രീ ഗൈഡൻസ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഗൈഡൻസ് ഗ്രൂപ്പിലോട്ട് ജോയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടാവും. നമ്മുടെ ബാച്ചിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ടുള്ള എന്താണ് കുറച്ച് ഇതുപോലെ വരുന്ന ഇൻഫോർമേഷൻസ്, വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും. ഫ്രീ ആയിട്ട് മെറ്റീരിയൽസ് കാര്യങ്ങൾ അക്സസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ അതിൽ ഷെയർ ചെയ്യുന്നുണ്ടാവും. അങ്ങനെയുള്ള ഒരു ഗൈഡൻസ് ഗ്രൂപ്പാണ് ഇത്. അപ്പൊ ഇതിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രൂപ്പിൽ ഈ ഒരു ഡോക്യുമെന്റ് ഷെയർ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അപ്പം ആ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ ആൻസർ കീ നോക്കിയ സമയത്ത് നിങ്ങൾ വിചാരിച്ചത്ര മാർക്ക് നിൽക്കില്ല. എത്രയായിരിക്കും കട്ട് ഓഫ് എന്നുള്ളതായിരിക്കും ബേസിക്കലി വരുന്ന ഒരു ഡൗട്ട്. നമ്മുടെ കട്ട് ഓഫ് എന്തായാലും OBCന്റെ ഒരു കേസിലാണെങ്കിൽ നെറ്റ് കിട്ടാൻ വേണ്ടി 150 എബോ എന്തായാലും വരും. അതായത് 155 to ഒരു 170 ഒക്കെ എന്തായാലും നെറ്റിന് കട്ട് ഓഫ് വരുന്നുണ്ടാവും. 170ന് എബോ നമുക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു സേഫ് സ്കോറിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതല്ല നിങ്ങളൊരു 160ലും താഴെയാണ് നിങ്ങളുടെ സ്കോർ വന്നിട്ടുണ്ടെങ്കിൽ ഡിസംബർ എക്സാം ഇവിടെ അടുത്തെത്തിയിട്ടുണ്ട്. ഒരു 3 months ആണ് ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് വരുന്നത്. അപ്പൊ ഡിസംബർ എക്സാമിന് വേണ്ടിയിട്ട് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് എന്താണ് ഫീച്ചേഴ്സ് ഉള്ള ബാച്ചിലോട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ പറ്റുന്നുണ്ടായിരിക്കും. ജസ്റ്റ് ഈ നമ്പറിൽ കണക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ ഇത്രയാണ്
ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്ന സമയത്ത് കാണാൻ പറ്റിയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിലൂടെ നിങ്ങൾക്ക് അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.